ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഔട്ടിംഗ് വ്ളോഗാണ്. ഈവനിങ് ടു നൈറ്റ് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത്. പിന്നുണ്ടല്ലോ, ഈ ഒരു വ്ളോഗിൽ നിന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കില്ല കേട്ടോ. വളരെ കുഞ്ഞു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സാധാരണ വ്ളോഗാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഭാരതീയ മോളിലേക്കാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് തീരുമാനിച്ച് വന്നിട്ടുണ്ടായിരുന്ന ഷോപ്പിംഗ് ആയിരുന്നു. അത് മാത്രമല്ല ടൈമും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഷോപ്പിംഗ് ചെയ്ത് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ മോനെ കളിക്കാൻ വിടാൻ കാരണം ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ കൊണ്ടുവന്നിട്ട് കളിക്കാനായിട്ട് വിടാമെന്ന്. അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ നമ്മൾ ഇന്ന്. അപ്പോൾ അങ്ങനെ മോളിലേക്ക് വന്ന് നേരെ എത്തിയിരിക്കുന്നത് പ്ലേ ഏരിയയിലേക്കാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് വലിയ പ്ലേ ഏരിയ ഒന്നും അല്ല കേട്ടോ ഇത്. മറ്റു മോളിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്ന് അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടാവിക്കുട്ടൻ ഇവിടെ ഓടി നടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും ഷൂട്ടിംഗ് ഗെയിംസ് ഒക്കെയാണ് കേട്ടോ ഉള്ളത്. ഓരോരോ ക്യാരക്ടർ വെച്ചിട്ടുള്ള കുറേ ഷൂട്ടിംഗ് ഗെയിംസ് ഉണ്ട്. ടാവിക്കുട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ഗെയിംസ് ആണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നെ കുഞ്ഞു കുട്ടികളൊന്നും വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസ് അത്ര എൻജോയ് ചെയ്യില്ല. കാരണം അവർക്കങ്ങനെ ഷൂട്ടിംഗ് ഗെയിംസ് ഒന്നും അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഇപ്പം ടാബിക്കുട്ടിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഷൂട്ടിംഗ് ഗെയിമൊക്കെ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. കാരണം ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഷൂട്ടിംഗ് ഗെയിംസ് ഉണ്ട് കേട്ടോ. പിന്നെ പല ക്യാരക്ടേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പിലെ ഗൺസൊക്കെ വെച്ചിട്ട് വാട്ടർ ഗൺസും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള ഷൂട്ടിംഗ് ഗെയിംസ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെ മോൻ്റെ ഒപ്പം ഞാനും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറച്ചൊക്കെ കളിക്കാറുണ്ട്. മോന് കമ്പനിയായിട്ടും പിന്നെ എനിക്കും കുറച്ചൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും കൂടാറുണ്ട് കേട്ടോ കൂടെ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നമ്മളിതുപോലെ കളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ടൈം പോകുന്നതും ക്യാഷ് പോകുന്നതും ഒരുപോലെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നതിലും വലിയ തെറ്റൊന്നും ഇല്ലെന്ന് കേട്ടോ എനിക്ക് തോന്നണേ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് തോന്നുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്. എന്തായാലും ടാബിക്കുട്ടൻ ഇവിടെ തകർത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും മോൻ ഇത് കളിക്കുന്നത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കും തോന്നി ഒന്ന് കളിച്ചാലോ എന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗെയിം രണ്ടുപേരും ഒന്നിച്ച് കളിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാനും എന്തായാലും കൂടെ കൂടി കുറച്ച് നേരം കളിച്ചു കേട്ടോ ഇത്. ടാബീസിൻ്റെ കളി ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓരോ ഷൂട്ടിംഗ് ഗെയിമും കളിച്ചിട്ട് അങ്ങനെ മാറി നടക്കുന്നുണ്ട്. എനിക്കെന്തായാലും മടുത്തു കേട്ടോ. ഞാനപ്പോൾ പിന്നെ എന്തായാലും കളിച്ചിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണേ. ഇപ്പോൾ ടൈം ഒരു 8 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ. അങ്ങനെ അവസാനം കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മോളിൽ നിന്ന് കഴിക്കുന്നില്ല എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലും ഐസ്ക്രീമോ അങ്ങനെ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പുറത്ത് പോയിട്ട് ഡിന്നർ കഴിക്കാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊന്നും അല്ല കേട്ടോ. ഇതിന് മുമ്പേ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു. പക്ഷെ അത്ര അങ്ങനെ ടേസ്റ്റും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ എല്ലാം തന്നെ ഒരു സ്നാക്സിൻ്റെ ഒരു പരുവത്തിനൊക്കെ ആയിരിക്കും. അപ്പോൾ വൈകിട്ട് ഡിന്നർ എന്ന രീതിയിൽ പിന്നെ മോൻ വേറൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തു നിന്നാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിപ്പിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാവുന്ന നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിന്നറും പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എന്തായാലും വീട്ടിലും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എന്തെങ്കിലും കഴിപ്പിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ മോനിവിടെ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു.
അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണേ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കോൺ ഐസ്ക്രീമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മോൻ വാനില ഫ്ലേവറും പിന്നെ ഞാനാണെങ്കിൽ മാംഗോ ആണ് കേട്ടോ ഓർഡർ ചെയ്തിരുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കോൺ ഐസ്ക്രീം അത്ര ഇഷ്ടമൊന്നുമല്ല. പിന്നെ മോൻ അത് ഓർഡർ ചെയ്തുകൊണ്ട് മാത്രം ഞാനും അങ്ങനെ ഓർഡർ ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. മോൻ എപ്പോഴും കോൺ ഐസ്ക്രീം ആട്ടോ കൂടുതലിഷ്ടം. മറ്റെല്ലാ ഐസ്ക്രീമിനേക്കാളും ഇഷ്ടം കോണിൽ കഴിക്കുന്നതാണ്, അത് പുറത്ത് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഇവിടെയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഈ ഒരു ഏരിയയിൽ നമ്മൾ വരുന്ന സമയത്ത് കൂടുതലും ഈ ഒരു റെസ്റ്റോറൻറ്റാട്ടോ വരാറുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്യാവശ്യം എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ഇവിടേക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടേഴ്സൊക്കെ ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങി കേട്ടോ. ഞാൻ എന്താ ഇവിടെ മോനെ ഫീഡ് ചെയ്യുവാണേ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പാഴ്സലും കൂടി വാങ്ങിയിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ബ്ലോഗ് എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു ബ്ലോഗാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.